അന്ന് സ്കൂളിൽ എൻക്വയറിക്ക് വരുന്നത് വരെ പോലീസ് അന്ന് അറിഞ്ഞതേ ഇല്ല. പിന്നെന്താ വിചാരിച്ചേ? ജോലിയും കൂലിയൊന്നും ഇല്ലാതെ വെറുതെ ചുറ്റിത്തിരിയുന്ന ആളെന്ന് വിചാരിച്ചു. കാവ്യയുടെ അച്ഛപ്പ എവിടെ? കാവ്യ എന്റെ മോളല്ല. അറിയാം, കാവ്യ ഇയാളുടെ ചേച്ചിയുടെ മോളാണ്. ഇയാളുടെ ചേച്ചി അസുഖം ബാധിച്ച് മരിച്ചു. കാവ്യയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവളുടെ അച്ഛൻ വിട്ടിട്ട് പോയി. അന്ന് മുതൽ കാവ്യയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇയാളാണെന്ന് എനിക്കറിയാം. ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ശ്രീ പറഞ്ഞതാ. ശ്രീക്ക് എങ്ങനെ? നെക്സ്റ്റ് ടൈമില് ആർക്കും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒപ്പിട്ട് കൊടുക്കാന്ന് ഞാൻ അവളോട് പറഞ്ഞായിരുന്നു. ഇതൊക്കെ കാവ്യ വരച്ചാ? ആ പിന്നല്ലാതെ എപ്പോ നോക്കിയാലും കുത്തി വരച്ചോണ്ടിരിക്കും. കുഞ്ഞിലെ മുതലേ അവളുടെ ഫീലിങ്സ് അവൾ ഇങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാറ്. അന്ന് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നിങ്ങളല്ലേ സ്കെച്ച് പെൻസിനൊക്കെ പേ ചെയ്തേ? ബൈ മോളു, ബൈ. കാവ്യ നോ. ഹാപ്പി ആയോ? ശരി വാ. ഓക്കെ മോളു. അരുൺ, നാളെ ഓട്ടോക്കാരെല്ലാം പോയി കണ്ടു നോക്കാം. എന്തേലും ഓർമ്മ വന്നാൽ ഞാൻ പറയാം. താങ്ക്സ്. പഞ്ചറായല്ലോ സാർ. ഹലോ, ഒരു ഓട്ടോ വിളിക്കാം.